ധ്രുവത്തിൻ്റെ ഇവിടെ ആയിരുന്നു, മന്ത്രിമന്ദിരത്തിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആർദ്രത്തിൻ്റെ സ്വിച്ച് ഓൺ. അത് ഞാനും വിജയരാഘവനും കൂടെ ഉള്ള സീനാണ് ആദ്യം. ഇപ്പം ഇവിടെ രാത്രി 10 മണിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴ. പിറ്റേ ദിവസം പോയി മുടിയെല്ലാം അങ്ങ് വെട്ടി കുറ്റിമുടിയാക്കി, അത് കണ്ടാലറിയാം. അങ്ങനെ ആർദ്രം അതിൽ ഫുൾ ത്രൂ ഔട്ടുണ്ട്. ഭാഗ്യവാൻ ത്രൂ ഔട്ടാണ്. അങ്ങനെ കുറേ ഭാഗ്യവാൻ എന്ന സിനിമ നിർമ്മിക്കാൻ ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് പറയുന്നത് ഈ സുരേഷ് ഉണ്ണിത്താൻ പത്മരാജൻ സാറിൻ്റെ സീനിയർ അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം എന്നും പറഞ്ഞൊരു പടമുണ്ട്. അത് ജയറാമിൻ്റെ പടം. ഗംഭീരമായ പടമാണ്. ജയറാം, തിലകൻ എല്ലാം ഉള്ള. അപ്പോൾ ഈ പടം കണ്ട് ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ സുരേഷ് ഉണ്ണിത്താനെ കണ്ടിരുന്നു. അപ്പോൾ മുഖചിത്രം എന്നും പറഞ്ഞൊരു പടം അവിടെ ആലപ്പുഴ ഷൂട്ടിങ് നടക്കുന്നു. അപ്പോൾ ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞോടനെ പറഞ്ഞു, ഇതിനകത്ത് ഒരു അഡ്വക്കേറ്റിൻ്റെ വേഷമുണ്ട്. അതായത് ജഗതിയും KPSC ലളിതയും ഞാനും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ. 2 സീനങ്ങളുടെ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞോടനെ സുരേഷ് ഉണ്ണിത്താൻ പറഞ്ഞു, എനിക്ക് ഒരു നല്ല പ്രൊഡ്യൂസറെ വേണം, ഇടപെടാത്ത ഒരു നല്ല പ്രൊഡ്യൂസർ വേണം, ജാതകം പോലൊരു പടം ചെയ്യാനാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വന്നോളൂ. അങ്ങനെ വന്നു. അവിടെ വന്നു കുറേ പാർട്ട്നേഴ്സിനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ കുറേ പാർട്ട്നേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണിത് ഒയാസിസ് മൂവീസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്ത് അതിലാണ് ചെയ്തത്. അതിൽ ഞാൻ നരേന്ദ്രപ്രസാദ്, ആർദ്രത്തിൽ അല്ല, ഭാഗ്യവാനല്ല, ഞാൻ, നരേന്ദ്രപ്രസാദ്, ശ്രീനിവാസൻ, ഒട്ടുമിക്ക താരങ്ങളുണ്ട്. ജഗതി, നമ്മുടെ മരിച്ചുപോയ സൈനുദ്ദീൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ശ്രീനിവാസനാണ് അതിനകത്ത് നായകൻ. ശ്രീനിവാസൻ ആശങ്ക ഉണ്ടായിരുന്നു. പൈസ നല്ല പടമായിരുന്നു. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ മാർക്കറ്റിങ്ങിന് ഒരു ചെറിയ പ്രശ്നം വന്നു. അതുകൊണ്ടാണ് ശ്രീനിവാസനെ വെക്കുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. ഒരുപാട് താരങ്ങളാണല്ലോ ഒരു പടത്തിന്റെ. അല്ല, ഇതിൻ്റെ ഇടയിൽ എന്ത് പറ്റിയെന്നറിയോ, ആ സ്ക്രിപ്റ്റ് C. രാധാകൃഷ്ണനെ കൊണ്ടാണ് സ്ക്രിപ്റ്റ് ചെയ്യിച്ചത്. അപ്പോൾ അത് ശ്രീനിവാസൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ അതിൻ്റെ ത്രെഡ് തന്നെ വെച്ചിട്ട് ലൊക്കേഷനിൽ എഴുതി തന്ന് ഷൂട്ട് ചെയ്യായിരുന്നു. പുള്ളി പിന്നെ സ്ക്രിപ്റ്റ് ഏറ്റെടുത്തു. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, ശ്രീനിവാസൻ ആ സമയത്ത് 2-3 പടങ്ങൾ പാരലായിട്ടുണ്ട്. അപ്പോൾ കുറേ ബ്രേക്ക് വന്നു. അപ്പോൾ ബ്രേക്ക് വരുമ്പോൾ ഞാൻ പോവും, തുടങ്ങുന്നോണേ വരും. അങ്ങനെ കുറച്ച് നീണ്ടുപോയ പടം നന്നായിരുന്നു. പക്ഷേ ഫൈനാൻഷ്യലായിട്ട് ഒന്നും കിട്ടിയില്ല. അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു. അതെ. അതോടി പ്രൊഡ്യൂസർ പണി വേണ്ടെന്ന്. അതോടുകൂടി ഈ തിമിരം തന്നെ അത് അതിൻ്റെ ഒരു ഡയറക്ടർ വന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ സെൻട്രൽ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, കട്ട നെഗറ്റീവ്. അത് ചെയ്യാനായിട്ട് പലരെയും ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആരും ആ വേഷം ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ചെയ്തു. പ്രൊഡ്യൂസർ തന്നെ അങ്ങ് ചെയ്തു. അതേ പേര് ക്യാരക്ടറിൻ്റെ പേരും എൻ്റെ പേര് തന്നെ അങ്ങനെ ചെയ്തു. ഇതിൻ്റെ ഈ ഭാഗ്യവാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ളൊരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ടെൻഷൻ ആയിരിക്കും. ഇത് എങ്ങനെയാവും എന്താ? അല്ല, അത് എന്താണെന്നറിയാം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, രാജാജി രാജഗോപാൽ. അയാൾ ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അയാൾ നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയെ ലൈൻ പ്രൊഡ്യൂസറാക്കി. അപ്പോൾ രാജാജി പറഞ്ഞു, ചേട്ടനൊന്നും ഇൻവോൾവ് ചെയ്യേണ്ട, ആ ക്യാരക്ടറെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ രാജാജി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കൂളൂർ, ജയപ്രകാശ് കൂളൂർ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളൊരു ഗ്രൂമിങ് ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളെയും വെച്ച് ഒരു 5 ദിവസത്തെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു. എല്ലാ പ്ലാനോടുകൂടി തുടങ്ങി. എല്ലാം പ്ലാനോട് ഒരു 2 മാസത്തോളം പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. പ്രീ പ്രൊഡക്ഷനൊക്കെ ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ അത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരക്കഥ ഇത് എഴുതിയതൊക്കെ ഡയറക്ടർ ഇവിടെ ഒരു മുറിക്കകത്തിരുന്ന് ഫുൾ എഴുതിയായിരുന്നു. പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് രാധാകൃഷ്ണൻ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് റീവർക്ക് ചെയ്തത് അല്ലേ? അതാണ് പണി. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി ഓരോ സീൻ അവിടെ വെച്ച് കുറേ ലൊക്കേഷൻസ് ഉണ്ടല്ലോ, എല്ലാം പിന്നെ എന്താ പറയുക, നമ്മൾ എല്ലാം ഒറിജിനലാണ്. മാർക്കറ്റ് പാളയം മാർക്കറ്റ് സെറ്റ് ഇട്ടിട്ടില്ല. ഇല്ല. കണ്ണാശുപത്രി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഡയബറ്റിക്
ഞാൻ അവിടെ സ്ഥിരം പോകുന്ന ആളാണ്. അവിടെയാണ്. പിന്നെ ഒരു ജനറൽ ഹോസ്പിറ്റലുണ്ട്, അത് ജനറൽ ഹോസ്പിറ്റൽ തന്നെ. എല്ലാം അങ്ങനെ തന്നെ എടുത്ത്, അങ്ങനെ സെറ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഒരാൾ പൂർണ്ണമായിട്ട് എഴുതി കഴിഞ്ഞൊരു കഥ അത് വീണ്ടും ശ്രീനിവാസ് തിരുത്തുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കുറച്ച് ക്ലാഷൊക്കെ വന്നിട്ടുണ്ടാവുമോ? എങ്ങനെയാ? ഒരാൾ രാധാകൃഷ്ണൻ എഴുതി കഴിഞ്ഞൊരു കഥയല്ലേ ഭാഗ്യവാന്റെ കഥ, അപ്പോൾ ശ്രീനിവാസൻ എൻ്റർ ചെയ്യുന്നു, ആ കഥ തിരുത്തുന്നു. അപ്പോൾ അല്ല, അതേ ത്രെഡ് വെച്ച് തന്നെ ആദ്യത് പിന്നെ സി രാധാകൃഷ്ണൻ്റെ ഒരു ചെറുകഥയായിരുന്നു. അത് ഡെവലപ്പ് ചെയ്താണ് പുള്ളി തിരക്കഥ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സിനിമയുടെയും പിന്നെ തിരക്കഥയും നോവലും എന്നൊക്കെ പറഞ്ഞാൽ നോവലിന് പരിമിതികളുണ്ടല്ലോ. നമുക്കിവിടെ ഒരു എത്ര സീൻ വേണം എന്നൊക്കെ ഉള്ള ഒരു ഇത്ര സമയം, 60 സീൻ അല്ലെങ്കിൽ 65 സീൻ എന്നൊക്കെയുള്ള കണക്കുണ്ടല്ലോ. പക്ഷേ നോവലിൽ അതൊന്നുമില്ല. അപ്പോൾ ആ ക്യാൻവാസ് വെച്ച് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അതേ ത്രെഡ് തന്നെ വെച്ചാണ് ശ്രീനിവാസൻ എഴുതിയത്. സിനിമ നന്നായിരുന്നു കേട്ടോ, സിനിമ നന്നായിരുന്നു. പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ പാർട്ട്നേഴ്സും ഞങ്ങളെല്ലാം ഗൾഫിലായിരുന്നു. ഗൾഫിലായതും ഈ പടത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു പിന്നെ പടങ്ങൾ ചെയ്യേണ്ട, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഉള്ളിൽ കൊണ്ട് തീരുമാനം എടുത്തോ? അല്ല, അങ്ങനല്ല. ഞാൻ ഖത്തറിലാണല്ലോ. 30 വർഷം ഒരേ കമ്പനിയിൽ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനിടയിൽ വന്നുപോയി ചെയ്യുകയായിരുന്നു. 2016 ഞാൻ വിട്ടുപോരുന്നത്. അതുവരെ ഖത്തറിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പടം വരികയാണെങ്കിൽ വരും, ചെയ്യും എന്നുള്ളതല്ലാതെ അതൊരു ഫുൾ ടൈം കരിയറായിട്ട് ഞാൻ എടുത്തില്ല. അത് ഒരു മണ്ടത്തരായിപ്പോയി അല്ലേ? അതെ, അത് ശരിക്കും ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. കാരണം അന്ന് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നതാണ് ഈ ഇന്നലേക്ക് ശേഷം. അതെ, പക്ഷെ ഇപ്പോൾ സിനിമ മാറിപ്പോയി. ഇപ്പോൾ എല്ലാം താരങ്ങളാണ് പ്രൊഡ്യൂസർ. അങ്ങനെ താരങ്ങൾ പ്രൊഡ്യൂസറാകുമ്പോൾ ഒരു കുഴപ്പം എന്തുവാ, അവർക്കൊരു ഗ്യാങ് ഉണ്ടാകും. ആ ഗ്യാങ്ങിൻ്റെ പുറത്തുനിന്ന് ആരെയും അവരെടുക്കില്ല. അങ്ങനെയൊക്കെയുള്ളവർ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാൻസ് ചോദിച്ച് അങ്ങനെ ആരുടെ അടുത്തും പോകാറില്ല. കാരണം നമ്മൾ അതൊരു ജീവിതമാർഗമായിട്ട് എടുത്തില്ല. ആരോടും ചോദിക്കാൻ ശ്രമിച്ചായിരുന്നോ? ഒരുപക്ഷെ ഗൾഫിൽ നിന്നുകൊണ്ട് അല്ല, ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളെ അറിയാം. അപ്പോൾ അവർ പടം തുടങ്ങുമ്പോൾ ഞാനൊന്ന് വിളിക്കും. സത്യനന്ദിക്കാടാണേലും കമൽ സാറാണേലും അങ്ങനെ ഡയറക്ടേഴ്സ് വിളിക്കുന്നുണ്ടെ പറഞ്ഞാൽ അപ്പോൾ ഇപ്പം എന്താണെന്നറിയോ, നേരത്തെ തന്നെ താരങ്ങളെ എല്ലാവരും ഫിക്സ് ചെയ്യും. വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ താരങ്ങളെയും ഫിക്സ് ചെയ്യും. ഈ പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയെന്ന് അറിയുമ്പോഴായിരിക്കും നമുക്കിത് വിവരം കിട്ടുന്നത്. അപ്പോഴത്തേക്കെല്ലാം ആയിക്കഴിഞ്ഞു. ഞാനതിൻ്റെ പുറകെ പോകാൻ പോയില്ല. അങ്ങനെ ഇനിയിപ്പോൾ സജീവമാകാനാണ്. അല്ല, അന്നത്തെ ഇപ്പം സജീവമാവട്ടെ ആഗ്രഹിക്കുന്നു. പക്ഷെ അന്നത്തെ അവസരം വിനിയോഗിക്കാത്ത ഒരു നടനായിപ്പോയി അല്ലേ? അതെ. അതോ പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സിനിമയുടെ ഇതൊക്കെ മാറിപ്പോയി. അന്ന് എന്താണെന്ന് പറയുക, അന്നെന്ന് പറഞ്ഞാൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു 7-8 പാട്ടും എന്തുമാത്രം ക്യാരക്ടേഴ്സാണ് ഉള്ളതെന്നറിയാം. ഇപ്പം ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്.